നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഡോൺ സ്റ്റാർട്ട് എ ബിസിനസ് ഫൈൻഡിങ് ദ റൈറ്റ് പ്രോഡക്റ്റ് എന്നുള്ളതാണ്. ഒരു ബിസിനസ് തുടങ്ങരുത് എന്നാണ് പറയുന്നത്. എങ്ങനെ? ഫൈൻഡിങ് ദ റൈറ്റ് പ്രോഡക്റ്റ്, ശരിയായ പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാതെ, പ്രൊഡക്റ്റ് ഓർ സർവീസ്, പ്രൊഡക്റ്റ് ആവാം സർവീസ് ആവാം, ശരിയായ പ്രൊഡക്റ്റോ സർവീസോ ഫൈനലൈസ് ചെയ്യാതെ ഒരു ബിസിനസ് തുടങ്ങരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ബിസ് ലൈഫ് കമ്മ്യൂണിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിസ് ലൈഫിൽ ജോയിൻ ചെയ്യുന്ന ഓരോ ആളുകളെയും അവരുടെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ സ്കില്ലിനെ ഐഡന്റിഫൈ ചെയ്തു, അവരുടെ എക്സ്പീരിയൻസിനെ മനസ്സിലാക്കി, അതിനെ കണക്ട് ആയിക്കൊണ്ട് ഒരു പ്രൊഡക്റ്റോ സർവീസോ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ബിസ് ലൈഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ ഓൾറെഡി പ്രൊഡക്റ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിനടുത്ത ലെവലിലേക്ക് എങ്ങനെ സ്കെയിലപ്പ് ചെയ്യുക, അത് അവരുടെ പാഷനുമായിട്ടോ സ്കില്ലുമായിട്ടോ കണക്റ്റഡ് ആണോ എന്നുള്ളതൊക്കെ വാല്യൂ ചെയ്ത് അതിലേക്ക് അവരെ കണക്ട് ചെയ്യുന്ന സിസ്റ്റമാണ് ചെയ്യുന്നത്. ബിസ് ലൈഫ് കറക്റ്റായിട്ട് ആ ഒരു ട്രാക്കിലാണ് പോകുന്നത്. കാരണം ഇവിടെ പറഞ്ഞല്ലോ, നമ്മൾ തുടങ്ങരുത് എന്നാ പറഞ്ഞത്. ശരിയായ പ്രൊഡക്റ്റോ സർവീസോ ഇല്ല എങ്കിൽ നമ്മൾ തുടങ്ങരുത് എന്നാ പറഞ്ഞത്. അങ്ങനെ തന്നെയാണല്ലോ വേണ്ടതല്ല? നിങ്ങളുടെ അഭിപ്രായം അത് തന്നെ ആയിരിക്കും. തുടങ്ങാതിരിക്കുക. നമ്മൾക്ക് കോൺഫിഡൻസ് ഉള്ള പ്രൊഡക്റ്റ് അല്ല എങ്കിൽ, നമുക്ക് കോൺഫിഡൻസ് ഉള്ള സർവീസ് അല്ല എങ്കിൽ നമ്മൾ തുടങ്ങാതിരിക്കുക. ഒരു പക്ഷെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഡോൺ വറി. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം വലിയൊരു ശതമാനം ബിസിനസ് ഫെയിലർ ആവുന്നത് നമ്മളൊക്കെ കാണുന്നുണ്ട്. വലിയൊരു പെർസെൻറ്റേജ് ഓഫ് ബിസിനസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഫെയിലർ ആവുന്നത് നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? അപ്പൊ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ തന്നെ ഒത്തിരി ആളുകൾ എന്നിൽ കണക്ട് ചെയ്യാറുണ്ട്. പല രീതിയിൽ അത് തുടങ്ങി വെച്ചു, ഇത് തുടങ്ങി വെച്ചു, സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കൂടുതലും ഹോംലി ആയിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സ്റ്റോക്ക് കൊടുന്ന് വെച്ച് വീട്ടിൽ ഓൺലൈനായിട്ട് ചെയ്യാമെന്നാ കരുതിയത്, പക്ഷെ ഓൺലൈനിൽ ഇൻകം വരുന്നില്ല. അതല്ലെങ്കിൽ നല്ലൊരു കിച്ചൺ തുടങ്ങി, അതല്ലെങ്കിൽ ഹോട്ടൽ തുടങ്ങി, അങ്ങനെ പല കേസുകൾ വരുന്നുണ്ട്. എല്ലാം തുടങ്ങും വലിയ ആവേശത്തിൽ, പിന്നീട് അവർക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റില്ല, ഉള്ള ക്യാഷൊക്കെ പോയിട്ട് ലാസ്റ്റ് ബാധ്യതയായിട്ട് അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. ആരെയും കുറ്റപ്പെടുന്നതല്ല, എവിടെയും പ്രശ്നം ഒന്ന് പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നിടത്ത് വരുന്ന പരാജയമാണ്. ഇനി നമുക്ക് അത് സെല്ല് ചെയ്യാൻ കഴിവുണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാതെ, പ്രൊഡക്റ്റിനല്ല കുഴപ്പട്ടോ, അതെല്ലാവരും മനസ്സിലാക്കണം. ഒരു പ്രൊഡക്റ്റിനും ഒരു കുഴപ്പമില്ല. എല്ലാ പ്രൊഡക്റ്റും വാലിഡ് ആണ്, എല്ലാ പ്രൊഡക്റ്റും നല്ല പ്രൊഡക്റ്റാണ്, എല്ലാ പ്രൊഡക്റ്റും നല്ല പ്രൊഡക്റ്റാണ്. പക്ഷെ നമ്മളുമായിട്ട് അത് സ്യൂട്ട് ആണോ എന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതായത് ഞാൻ സെലക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റോ സർവീസോ എൻ്റെ പാഷനുമായിട്ടോ എൻ്റെ സ്കില്ലുമായിട്ടോ എനിക്ക് കണക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ഒന്നും മോശമല്ല. ലോകത്തെടുത്ത് നോക്കുകയാണെങ്കിൽ ഏത് പ്രൊഡക്റ്റും, അത് സീറോ ക്വാളിറ്റി ഉള്ളതായിക്കോട്ടെ 100% ക്വാളിറ്റി ഉള്ളതായിക്കോട്ടെ, എല്ലാതും വാങ്ങിക്കാൻ ആളുകളുണ്ട്, അല്ലെ? നമുക്കറിയാലോ എല്ലാതും. ഇപ്പം നമ്മൾ ജസ്റ്റ് നമ്മുടെ നാട്ടിൻപുറത്ത് നോക്കിയാൽ മതി, മീൻ വിൽക്കുന്ന നോക്കിയാൽ മതി, ഏത് ചീഞ്ഞ മീൻ കൊടുന്നാലും വാങ്ങിക്കാൻ ആളുണ്ട്, ഹൈ ക്വാളിറ്റി ഉള്ള മീൻ വാങ്ങിക്കാനും ആളുണ്ട്. ഓക്കെ, അപ്പം എന്ത് സാധനം ഉണ്ടെങ്കിലും അത് ആ സെല്ലറുടെ സ്കില്ല് കൂടിയാണ്. ഒറ്റ ചീഞ്ഞും മോശമായ മീനാണെങ്കിലും അയാളത് വിൽക്കും. അയാളൊരു കോൺഫിഡൻസ് ആണ്, ഈ ചീഞ്ഞ മീനും വാങ്ങിക്കാൻ ആൾ എൻ്റെ അടുത്ത് വരുന്നുള്ള കോൺഫിഡൻസ് ആണ് അയാളുടെ. അത് അയാളുടെ കഴിവാണ്. അപ്പം നമുക്ക് കോൺഫിഡൻസ് ഉള്ള പ്രൊഡക്റ്റേ നമുക്ക് വിൽക്കാൻ കഴിയും. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് നമുക്ക് വിൽക്കാൻ കഴിയില്ല. അവിടെയാണ് പരാജയപ്പെടുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത, നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത, നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്ത പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ ഒരു ആവേശത്തിൽ വല്ല റീൽസോ മറ്റോ ഒക്കെ കണ്ടിട്ട് നമ്മൾ പോയിട്ട് എടുക്കും. നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, സെല് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. അതാണ് സംഭവിക്കുന്നത്. അപ്പം ഇവിടുത്തെ ക്യാപ്ഷൻ തന്നെ പറയുന്നത്, ഡോൺ സ്റ്റാർട്ട് എ ബിസിനസ് ഫൈൻഡിങ് ദ റൈറ്റ് പ്രോഡക്റ്റ് ഓർ സർവീസ്. ശരിയായ പ്രൊഡക്റ്റോ സർവീസോ മനസ്സിലാക്കാതെ ബിസിനസ് തുടങ്ങരുതെന്നാണ്. എന്ന് വെച്ചിപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന ആൾ പലരും തുടങ്ങിയിട്ടുണ്ടാവാം, സ്കെയിലപ്പ് ചെയ്യാൻ പ്രയാസമുള്ളവരുണ്ടാവും. അതൊന്നും ഒരു നെഗറ്റീവ് ആവാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. തുടങ്ങി വെച്ചു എന്നുള്ളത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. അതിൽ ഒരു പക്ഷേ നമുക്ക് അടുത്ത ലെവലിലേക്ക് മാറാൻ പറ്റുന്നുണ്ടാവില്ല. അത് പഠിച്ച് മാറാൻ നമുക്ക് കഴിയും. അത് പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാറാൻ പറ്റും. ഓക്കെ, അപ്പോൾ പഠിക്കുക എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. ഒരിക്കലും ഒന്നും തുടങ്ങിയത് ഫെയിലർ ആയി അല്ലെങ്കിൽ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മൊത്തത്തിൽ നിരാശയിലേക്ക് പോകല്ല വേണ്ടത്. അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് മുൻപോട്ട് പോകണം. അതിനെങ്ങനെ ആലോചിച്ച് ബേജാറായി എൻ്റെ പൈസ പോയി, എൻ്റെ സ്റ്റോക്ക് ഇവിടെ ഇരിക്കുകയാണ് എന്ന് ആലോചിച്ച് നമ്മളെ മൈൻഡ് ഡൗൺ ആയാൽ വീണ്ടും വീണ്ടും നഷ്ടം വന്നുകൊണ്ടേയിരിക്കുക ചെയ്യാം. ഇപ്പൊ നഷ്ടമാണോ, നമ്മൾ മൈൻഡിന് പവർ കൂട്ടുകയാണ് വേണ്ടത്, നമ്മുടെ വർക്കിംഗ് അവേഴ്സ് കൂട്ടുകയാണ് വേണ്ടത്, നമ്മുടെ നോളജും സ്കില്ലും ഡെവലപ്പ് ചെയ്യാണ് വേണ്ടത്. എനിക്ക് വന്ന നഷ്ടത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഇതിലൂടെ എനിക്ക് സക്സസ് ആവണമെന്ന് ഉറച്ച വിശ്വാസത്തിലേക്ക് വരികയാണ് വേണ്ടത്. നിർഭാഗ്യവശാൽ നമുക്കൊക്കെ പറ്റുന്നത് എന്താ, നമ്മളൊന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ആ ഡൗൺ ആലോചിച്ചുകൊണ്ട്, ആ നഷ്ടം ആലോചിച്ചുകൊണ്ട്, ആ പൈസ നഷ്ടപ്പെട്ടത്, സമയം നഷ്ടപ്പെട്ടത് ആലോചിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും കൂടുതൽ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ചെയ്യാം.
നമ്മൾ ഡൗൺ ആവുമ്പോൾ, ബിസിനസ് കുറയുമ്പോൾ, ബിസിനസ് താഴേക്ക് പോകുമ്പോഴാണ് കൂടുതൽ സമയവും കൂടുതൽ എനർജിയും കൊടുക്കേണ്ടത്, കൂടുതൽ പഠിക്കേണ്ടത്. മറ്റുള്ളവർക്ക് വിൽക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് വിൽക്കാൻ പറ്റുന്നില്ല എന്ന് പഠിക്കണം. എൻ്റെ കോമ്പറ്റീറ്റർ എന്തൊക്കെ ചെയ്തിട്ടാണ് ബിസിനസ് ഉണ്ടാക്കുന്നത്, എന്തുകൊണ്ട് എനിക്ക് അതേപോലെ ബിസിനസ് ഉണ്ടാക്കിക്കൂടാ? അപ്പൊ കോമ്പറ്റീറ്റേഴ്സ് നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നവരെ, ഇപ്പൊ ഞാൻ ഡ്രസ്സാണ് ചെയ്യുന്നതെങ്കിൽ അതേപോലെ ഡ്രസ്സ് ചെയ്ത് നന്നായി പൈസ ഉണ്ടാക്കുന്നവർ എന്ത് ചെയ്യുന്നു? പഠിക്കണം. ഇപ്പൊ ഞാൻ ഡ്രസ്സ് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് സോഷ്യൽ മീഡിയ ഒന്നും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല, എനിക്കത് അറിയില്ല. തൊട്ടപ്പുറത്തുള്ളവൻ അതാ സോഷ്യൽ മീഡിയ വെച്ച് നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നു. പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് അയാൾ ചെയ്യുന്നത് അതിനെ കോപ്പി ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റണം. അവിടെയാണ് സക്സസ്. അവിടെ നമ്മൾ ഡൗൺ ആയിട്ട് മറ്റുള്ളവന്റെ വിജയവും നമ്മുടെ പരാജയവും ആലോചിച്ച് നിന്നിട്ട് അവൻ നന്നായി ചെയ്യുന്നു എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് ആലോചിച്ച് നമ്മുടെ സമയം കളയുമ്പോൾ നമ്മൾ നഷ്ടത്തിലേക്ക് പോകും. സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ തയ്യാറാണെങ്കിൽ മാർക്കറ്റിൽ എന്തും വിൽക്കാൻ നമുക്ക് കഴിയും. നമുക്കില്ലാത്തൊരു സ്കില്ലുകൊണ്ടായിരിക്കും നമ്മൾ പരാജയത്തിലേക്ക് പോകുന്നത്. അപ്പൊ ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയണം. അത് നോളജ് ആവാം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ചെയ്യണം, നോളജ് ഉണ്ടാവില്ല, പഠിക്കണം. സെല്ലിംഗ് സ്കിൽ ഉണ്ടാവില്ല, പഠിക്കണം. ക്ലോസിംഗ് സ്കിൽ ഉണ്ടാവില്ല, പഠിക്കണം. എല്ലാം പഠിക്കാൻ ഇന്ന് അവസരങ്ങളുണ്ട്. പഠിക്കാതെ ഒരിക്കലും ഒരു ആവേശത്തിൽ കുറച്ച് സാധനം വാങ്ങി വെച്ച് 2 ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ ബിസിനസ് വരും എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഷോപ്പിന്റെ മുന്നിൽ 2 ഡ്രസ്സ് തൂക്കി വെച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഡിസ്പ്ലേ വെച്ചാൽ ബിസിനസ് വരുമെന്നുള്ള ചിന്ത മാറ്റണം. കോമ്പറ്റീറ്റീവ് ആയ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. കട്ടക്ക് പഠിച്ചുകൊണ്ട് പെർഫോം ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്കും അതേപോലെ സെല് ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്ക് പറ്റുമെങ്കിൽ നമുക്കും പറ്റും. പക്ഷെ എവിടെയാണ് വ്യത്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവനക്ക് പറ്റുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ആ ചിന്തയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരിക്കലും നെഗറ്റീവിലേക്കല്ല പോകേണ്ടത്. നമുക്കുണ്ടാവുന്ന പരാജയങ്ങളിൽ നിന്നും പോസിറ്റീവിലേക്ക് കൂടുതൽ പഠിച്ച് മുൻപോട്ട് പോകാനാണ് തയ്യാറാവേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒന്ന് ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് അവരുടെ ലൊക്കേഷൻ ഒന്ന് അടിച്ചിട്ടാൽ മതി. നിങ്ങളൊക്കെ ആക്റ്റീവ് ആണ്. ഏത് ജില്ലയാണ് നിങ്ങൾ, ഏത് ജില്ലയിൽ നിന്നാണെന്ന് ചാറ്റ് ബോക്സിൽ അടിക്കാവോ ഓരോരുത്തരും? ജസ്റ്റ് നിങ്ങളുടെ ജില്ല. കോഴിക്കോടാവാം, കണ്ണൂരാവാം. യെസ്, ഓക്കെ. തിരുവനന്തപുരത്ത് നിന്ന് വിജയ് സാർ, ഓക്കെ. ഇടുക്കി റിൻസി മാത്യു, യെസ്, ഗുഡ്. അങ്ങനെ കേരളത്തിന്റെ ബാക്കിയുള്ളവർ വീഡിയോ ഒന്ന് അടിക്കൂ. നമുക്ക് കുറച്ച് ആളുകളാണെങ്കിലും കേരളം മൊത്തം ഉണ്ടോ എന്ന് അറിയാലോ. ഇടുക്കി ഉണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, കോഴിക്കോട് ഉണ്ട്, മലപ്പുറം ഉണ്ട്. ഓക്കെ, ഗുഡ്. യെസ്, യെസ്. മലപ്പുറം, ഓക്കെ. കണ്ണൂർ, ഓക്കെ. ആലപ്പുഴ, യെസ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാ ഭാഗത്തുനിന്നും അപ്പൊ അത്യാവശ്യം നമ്മുടെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ആളുകളുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷം. ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പ്രൊഡക്റ്റോ സർവീസോ, പ്രൊഡക്റ്റ് മാത്രം ചിന്തിക്കേണ്ട. സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഴിവുകൾ, നമ്മുടെ എക്സ്പീരിയൻസുകളൊക്കെ മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ആവാമല്ലോ. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം എങ്ങനെയൊക്കെയാണിത് നമ്മൾ ഫൈനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത്. കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ നമ്മൾ കണ്ടെത്തുന്നത്. എന്തുകൊണ്ട് മോസ്റ്റ് ബിസിനസ് ഫെയിൽ ആവുമെന്ന് ചോദിക്കുന്നു. ഓക്കെ, കോമൺ മിസ്റ്റേക്കുകൾ ജസ്റ്റ് അത് ഞാൻ പറഞ്ഞു പോവാം. ഒന്ന്, എപ്പോഴും എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക് തന്നെയാണ് റിസർച്ച് നടത്താതെ ട്രെൻഡിനൊപ്പം പോകും. റിസർച്ച് നടത്താതെ ട്രെൻഡിനൊപ്പം പോകും. ഒത്തിരി എക്സാമ്പിൾ നമ്മുടെ മുന്നിൽ കാണാൻ പറ്റും നമുക്ക്. ഒരു സമയത്ത് ചപ്പാത്തി കമ്പനി അല്ലേ, നിരത്തി ചപ്പാത്തി കമ്പനിയാണ്, ഒരു ട്രെൻഡാണ്. ആ ട്രെൻഡിനൊപ്പം പോയി. എന്താ പറയുക, കഫേകൾ, ഒരു സമയത്ത് കഫേകൾ ഭയങ്കര ട്രെൻഡായിരുന്നു, ആ ട്രെൻഡിനൊപ്പം പോയി. ഇങ്ങനെ ഒരു ട്രെൻഡിന്റെ കൂടെ പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പം ഓയിൽ മിൽക്ക് നോക്കുമ്പോൾ എല്ലായിടത്തും ഓയിൽ മിൽക്ക് വരിക, ഇങ്ങനെ ഒരു ട്രെൻഡാണ്. ഓരോ സമയത്തും അങ്ങനെ ഒരു ട്രെൻഡിന്റെ പിന്നാലെ. ഇപ്പം ഫുഡിൽ പറയുകയാണെങ്കിൽ കുറച്ച് മുമ്പ് അൽഫാം ഭയങ്കര ട്രെൻഡായിരുന്നു. ഇപ്പൊ നേരെ തിരിഞ്ഞിട്ട് എന്തിലേക്ക് മാറിയിട്ടുണ്ട്? ഷവായിലേക്ക് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ട്രെൻഡിന്റെ കൂടെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. റിസർച്ച് ചെയ്ത് എത്ര കാലം ഈ ഒരു ട്രെൻഡ് ഉണ്ടാവുന്ന റിസർച്ച് ഒന്നും ചെയ്യില്ല. ആ ഒരു സമയത്ത് ആ ഒരു ട്രെൻഡ് വരുമ്പോൾ അതിന് ഒത്തിരി പൈസ ഇറക്കിയിട്ട് അത് തുടങ്ങും. അത് കുറച്ച് സമയം കഴിഞ്ഞാൽ ട്രെൻഡ് പോകുമ്പോൾ അത് ഇല്ലാതാവുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അപ്പം ഒരിക്കലും ട്രെൻഡിന്റെ പുറകെ പോകരുത്. ഓക്കെ, മറ്റൊരു കാര്യം എന്താ വെച്ചാൽ എല്ലാവരും ചെയ്ത് സക്സസ് ആകുമ്പോൾ ഞാനും ചെയ്യട്ടെ, അങ്ങനെ ചിന്തിച്ചിട്ട് തുടങ്ങുന്ന ആളുകളുണ്ട്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാനും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരാൾ സക്സസ് ആയി കണ്ടു കഴിഞ്ഞാൽ അതിനെ കോപ്പി ചെയ്തുകൊണ്ട് തൊട്ടടുത്ത് തന്നെ വേറെ കൊണ്ടുവന്നിടുന്നത് കാണാം. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് നമ്മുടേതായ ഒരു യുണീക്കിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. മറ്റൊരാൾ സക്സസ് ആക്കുന്നതാണ് ഞാനും അങ്ങനെ ചെയ്യട്ടെ എന്നല്ല. ഞാൻ തുടങ്ങിയാൽ എനിക്കത് സക്സസ് ആക്കുമെന്ന് ഉറപ്പ് വേണം. ആരും മൈക്ക് ഓണാണെന്ന് ഓഫ് ചെയ്യണേ. ഓക്കെ, അപ്പം റിസർച്ച് ചെയ്യാതെ മറ്റുള്ള ആളെ കോപ്പി ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാതെ, ആ ഒരു മാർക്കറ്റ് തിരിയാതെ വന്നിട്ട് ഇപ്പൊ ചെറിയൊരു ടൗൺ ആയിക്കാരം അവിടെ കാണാൻ ഹെവി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ നാട്ടും പുറത്ത് ഒരു പുതിയ ബിൽഡിംഗ് വരുമ്പോൾ അതിനകത്ത് ആദ്യം ഒരു ബേക്കറി കാരൊക്കെ, ആ ബേക്കറി ഷോപ്പിന് ലക്ഷങ്ങളുടെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങളൊക്കെ.
ആ ഒരു ബേക്കറി ഷോപ്പിൽ ലക്ഷങ്ങൾ ഇന്ത്യയിൽ നമ്മുടെ സാധാരണ നാട്ടിൻപുറത്ത് നടക്കുന്ന സെയിൽസ് എത്രയും നമുക്കറിയാം. അപ്പം അവിടെ ഒരു ബേക്കറി ഷോപ്പ് വരും, ആ ബേക്കറി ഷോപ്പിന് ലക്ഷങ്ങൾ ഇന്ത്യ എത്ര കാലം കൊണ്ട് അത് റിക്കവർ ചെയ്യാൻ ചിന്തിച്ചാൽ മതി. ഓക്കെ, അത്രയും വലിയൊരു ഇന്ത്യയിലൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് അത് അവിടെ വരാൻ പോകുന്ന ഒരു ബിസിനസ്സിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അത് മാർക്കറ്റ് നോക്കാതെ ചെയ്യുന്ന ആളുകളുണ്ട്. ദെൻ ലോജിക്കലി ഡിസിഷൻ എടുക്കാതെ ഇമോഷണൽ ഡിസിഷൻ എടുക്കും. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആട്ടോ. ലോജിക്ക് വെച്ചിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. ലോജിക് ആണെങ്കിൽ നമ്പർ ഫിഗറുകൾ വെച്ചിട്ട്. ഇപ്പം വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഒരു മാർക്കറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവരവിടെ നമ്പേഴ്സ് വെച്ച്, ഈവൻ അവിടുത്തെ ജനസംഖ്യ, അവിടുത്തെ പോപ്പുലേഷൻ, അവിടുത്തെ മാർക്കറ്റിന്റെ കപ്പാസിറ്റി, അവിടെ നമ്പർ ഓഫ് ഷോപ്പുകൾ എത്രയുണ്ട്, ഇതിനൊക്കെ മാർക്കറ്റ് റിസർച്ച് നടത്തിക്കൊണ്ട് കറക്റ്റ് ആയിട്ട് പഠനം നടത്തിയിട്ട് ആണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു ലൊക്കേഷൻ അവർ ഫൈനൽ ചെയ്യുകയാണെങ്കിൽ, ഒരു കോർപ്പറേറ്റ് കമ്പനികളോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭകർ ഒരു ലൊക്കേഷൻ ഫൈനൽ ചെയ്യുമ്പോൾ അവർ കറക്റ്റ് ആയിട്ട് മാർക്കറ്റ്, മുമ്പൊക്കെ അവർക്ക് ഒരു ടീമുണ്ട്, അവർ ആ ടൗണിൽ വന്ന് നിന്ന് പഠിക്കുകയാണ് ചെയ്യുക. അവിടുന്ന് ഏതൊക്കെ ഭാഗത്ത് അവിടെ ആളുകൾ ഇറങ്ങും, അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വരിക, ഇതൊക്കെ പഠിച്ചിട്ടാണ് ചെയ്യുക. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് നേരിട്ട് AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ ഇരുന്ന് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഒരു ടൗൺ എടുത്ത് ആ ടൗണിലെ ടോട്ടൽ പോപ്പുലേഷൻ എത്ര, അവിടെ എത്ര തുണിക്കടകൾ ഉണ്ട്, തുണിയാണെങ്കിൽ, അല്ലെങ്കിൽ എത്ര ബേക്കറി ഷോപ്പ് ഉണ്ട്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് AI വെച്ച് നമുക്ക് എടുത്ത് അവിടുത്തെ സാധ്യതകളെ പറ്റി പഠിക്കാം. അരമണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാർക്കറ്റ് പഠിക്കാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തുടങ്ങാൻ പോകുന്ന സമയത്ത് ഈ പറയുന്ന ആരോ മൈക്ക് ഓൺ ആണെന്ന് ഓഫ് ചെയ്യണേ. ജമീല സലീം ആണെന്ന് തോന്നുന്നു. അപ്പം അത്രയും അവസരങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇമോഷൻ വെച്ച് തുടങ്ങരുത്. ഇമോഷണൽ ഡിസിഷൻ ആണ് പലപ്പോഴും നമ്മൾ ഒരു ആവേശത്തിൽ പോയിട്ട് എന്തെങ്കിലും തുടങ്ങും, എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ തോന്നും. അപ്പോൾ ആരോ എന്തൊക്കെ പറയും, നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ വരുക, പ്രത്യേകിച്ച് അതിനെ പറ്റി പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്പറുകൾ വെച്ച് പഠിക്കണം, അതിന്റെ കറക്റ്റ് കണക്കുകൾ വെച്ച് പഠിക്കണം. അവിടുത്തെ ബിസിനസ് എത്രയാണ്, എത്ര സമയം കൊണ്ട് നമുക്ക് അത് റിട്ടേൺ കിട്ടും, അതിനുള്ള സ്കോപ്പ് അവിടെ ഉണ്ടോ, പോപ്പുലേഷൻ ഉണ്ടോ, ഇതൊക്കെ പഠിച്ചിട്ട് വേണം ചെയ്യാൻ. പഠിക്കാതെ പോയിട്ട് ഒരു ടൗണിൽ കൊണ്ടുപോയിട്ട് ഒന്നും അങ്ങോട്ട് തുടങ്ങരുത്. അപ്പം എന്തുകൊണ്ട് ഫെയർ ആവും ചോദിക്കുന്ന റീസൺസ് ആണ് ഇതൊക്കെ. റിസർച്ച് ചെയ്യാതിരിക്കുക, എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്യുക എന്നുള്ളത്, പ്രോപ്പറായിട്ട് മാർക്കറ്റ് പഠിക്കാതിരിക്കുക, ഇമോഷണൽ ഡിസിഷൻ എടുക്കുക, ലോജിക്കലി ഡിസിഷൻ എടുക്കാതെ ഇമോഷണൽ ഡിസിഷൻ എടുക്കുക, ഇതൊക്കെ ഫെയിലറിന് സാധ്യത കൂടുതൽ. അപ്പോൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകണം. തുടങ്ങാൻ നിൽക്കുന്ന ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കണം. ഒരു ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, മാർക്കറ്റിനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം തുടങ്ങാൻ.